ഒരു ചെറിയ വിലയിൽ സ്കൂട്ടർ നോക്കണം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേ ഒരു നല്ലൊരു വിക വന്നിട്ടാ 2011 മോഡലാണ്. അപ്പോൾ 2011 മോഡൽ എന്ന് പറയുമ്പോൾ ഒരു 2026 2011 സെപ്റ്റംബർ മാസത്തെ മോഡലാണ്. 2026 ആയിട്ടാണ് അതിൻ്റെ റീടെസ്റ്റ് വരികയുള്ളൂ. ഫുൾ വൈറ്റാണ്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും റീപെയിൻറ്റിംഗ് ആണ്. റീപെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയില്ല. നിർത്തി പെയിൻ്റ് അടിച്ചതാണ്, അതുകൊണ്ടാണ് അവിടെ ഇവിടേക്ക് ആയിട്ട് സ്പ്രെഡായത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്, നിർത്തി പെയിൻറ്റിങ് ചെയ്തുകൊണ്ടാണ്. അതാണ് പെയിൻറ്റിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ വേറെ മോശം കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവസ്ഥകളെക്കുറിച്ചൊന്നും പറയാനില്ല. വേറെ ടയറിൻ്റെ സൈഡിലൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ടയറുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 പുത്തൻ ടയറാണ്, കടും പുത്തൻ ടയറാണ്. കടും പുത്തൻ ടയറുകളാണ് ഇട്ടിരിക്കുന്നത്. ഇൻഷുറൻസ് എടുത്തിട്ട് ഏകദേശം 6 മാസത്തോളമായി. അതുപോലെ തന്നെ പൊല്യൂഷനും പുതിയതാണ്. അപ്പോൾ 6 മാസം കൂടി ഇൻഷുറൻസ് ഉണ്ടായിരിക്കും. പൊല്യൂഷൻ പുതിയ സീറ്റ് കവർ വേറെ അടിക്കുന്നതായിരിക്കും ബുദ്ധി, കാരണം അത് നമുക്കൊക്കെ വൈറ്റ് തെറിച്ചിട്ടുണ്ട്. പിന്നെ സൈലൻസറിൻ്റെ അടുത്തൊക്കെ ബ്ലാക്കൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ പ്ലാറ്റ്ഫോമിൽ കുറച്ചൊക്കെ പെയിൻ്റ് ആയിട്ടുണ്ട് കണ്ടോ. പിന്നെ ഇവിടെ വിഗോൻ്റെ 11 മോഡലിൻ്റെ ഇവിടെ നമ്മൾ ഇന്നലെ മിനിങ്ങാന്നാണ് ചെയ്തൊരു ആക്റ്റീവ ഒരു ബോക്സിൽ, അതുപോലെ ഇതിനും ഒരു ബോക്സ് ഉണ്ട് ഇവിടെ. പിന്നെ കിലോമീറ്റർ ഇതിൽ കാണിക്കുന്നത് 54,000 നിലവിൽ. കിലോമീറ്റർ കേബിൾ വർക്കിംഗ് ആണ്, പക്ഷേ അത് എത്ര കിലോമീറ്റർ ഓടിയെന്നുള്ളത് കറക്റ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കുഴപ്പം ഏകദേശമൊക്കെ ഇത്ര തന്നെ ഓടിക്കുള്ളതെന്നാണ് പറയണേ. നിലവിൽ ഇവിടെയൊക്കെ ബ്ലാക്ക് കളർ ഉണ്ട് ഇടാ, പക്ഷേ ഇവിടേക്ക് പെയിൻറ്റ് തൂളിയ കാരണമാണ് അങ്ങനെ വരാണ്ടിരുന്നത്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഇരിക്കാനവിടേക്ക് അടുത്ത് മുരിയാണെന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെയാണ് നിലവിൽ വണ്ടി ഇരിക്കുന്നത്. അപ്പോൾ ചെറിയ വിലയിലൊക്കെ ഒരു സ്കൂട്ടർ നോക്കി നടക്കണവരാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് പണി കഴിച്ചിട്ടുണ്ട് ഇവർ. അതാണ് ഒരു സംഗതി പറയാനുണ്ട്. അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അതിൻ്റെ വർക്കുകളൊക്കെ കഴിച്ച് വെച്ചിരിക്കുന്നതാണ്. ആവശ്യമുള്ളവർക്ക്, ഒരു ചെറിയ വാഹനം നോക്കി നടക്കുന്നവർക്ക് ധൈര്യമായിട്ട് വഴിയിൽ പെടാണ്ട് ഓടിച്ചടക്കാൻ പാകത്തിന് നന്നായിട്ട് പണിതിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയണത്. ഇനി വേണമെങ്കിൽ ഞാനൊന്ന് സ്റ്റാർട്ടാക്കി കാണിച്ചു തരാം. സ്റ്റാർട്ടിങ്ങൊക്കെ പക്കയാണ് ഇടാം, തൊട്ടവഴിക്ക് തന്നെ സ്റ്റാർട്ടായി. ഇനി വേണമെങ്കിൽ അതിൻ്റെ സൗണ്ട് വലിയ എന്തൊരു പറയുക, സ്റ്റാർട്ട് ചെയ്തപ്പോഴേ വലിയ ഇങ്ങനെ എന്തൊരു പറയുക വിറക്കിൽ സാധനങ്ങൾ തന്നില്ല. ഇനിയിപ്പോൾ റേസ് ചെയ്ത് നോക്കുകയാണെങ്കിലും ഒക്കെ തന്നെയാണ്. വേറെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേറെ കഥയൊന്നുമില്ല. ഇനി ജസ്റ്റ് ഒന്ന് നമുക്കൊന്നേ ഓടിച്ച് നോക്കാം. ഓടിച്ച് നോക്കുമ്പോൾ എനിക്ക് വേറെ ഒന്നും കുഴപ്പമൊന്നുമില്ല, നല്ല സൂപ്പറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പെയിൻറ്റിങ്ങിൻ്റെ ചെറിയ അപകടത്തിൻ്റെ മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ താല്പര്യമുള്ളവർക്ക് 2011 മോഡലാണ്, 2026 ഇതിൻ്റെ ടെസ്റ്റ് വരുള്ളൂ. നിലവിൽ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. 2 ടയറുകൾ പുതിയതാണ്. പൊല്യൂഷൻ 6 മാസം കൂടി ഉണ്ട്. പൊല്യൂഷൻ പുതിയതാണ്. ഇൻഷുറൻസ് 6 മാസം കൂടി ഉണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വില പറയുന്നത് വെറും 22,000 രൂപയാണ്. തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാനോടേക്ക് എടുത്തുന്ന വണ്ടി ഇരിക്കുന്നത്. താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്തോട്ടോ. അപ്പോൾ മറ്റൊരു വാഹനത്തിന് കിടക്കുക വിശേഷമായിരുന്നു വരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ.